ഹായ്, വെൽക്കം ടു അമ്മൂസ് സെമി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കൂന്തൽ അല്ലെങ്കിൽ കണവ എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കൂന്തൽ റോസ്റ്റ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് ഞാൻ 1 കിലോ കൂന്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ്. 1 കിലോ എന്ന് പറഞ്ഞാൽ 4 കപ്പ് വരും കേട്ടോ. കപ്പിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 4 കപ്പ് 1 കിലോ കൂന്തൽ എടുത്തു വെച്ചിട്ടുണ്ട്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, നന്നായിട്ട് ഇതേമാതിരി നൈസായിട്ട് അരിഞ്ഞെടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്. വെളുത്തുള്ളി ഞാനൊരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും പച്ചമുളക് ഒരെണ്ണം. ഇത് 3 കൂടി ഞാൻ ചതച്ചെടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് റെഡിയാക്കാൻ നോക്കാം. ഇപ്പം ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഇപ്പം ഞാൻ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 കിലോ കൂന്തലിന് ഞാൻ 2 വലിയ സവാളയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ സൈസ് സവാളയാണ് ഉണ്ടെങ്കിൽ 4 എണ്ണം എടുക്കണം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ചേർക്കാം. ഞാനൊരു സ്പൂണിൽ 2 സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ റോസ് സ്മെൽ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഞാൻ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് പൊടികൾ ചേർക്കാം. അതിന് ഞാൻ ഈ നടുവിലേക്കായിട്ട് പൊടികൾ ചേർക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടി 1 സ്പൂണ് ഒക്കെ ഞാൻ ഈ സ്പൂൺ പ്രകാരമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 2 സ്പൂണ്. പിന്നെ വേണ്ടത് ഗരം മസാല, അത് 1 സ്പൂണ്. കുരുമുളക് പൊടി 1 സ്പൂണ്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ കുത്ത് ഒന്ന് മാറണം. നമ്മൾ പൊടികൾ എപ്പോഴും നിങ്ങൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലിട്ട് ചേർക്കണം. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൂന്തൽ ചേർക്കാം. ഇപ്പോൾ ഈ പൊടികൾ ഞാൻ ചേർത്ത് ഒരു 2 മിനിറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ഈ കൂന്തൽ ചേർക്കാം. ഈ കൂന്തലിലോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വെന്തിട്ടാൽ ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഇതേ വെള്ളത്തിൽ കടന്നിട്ട് വേണം ഇത് കൂന്തലൊന്ന് നന്നായിട്ട് വേവാൻ. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ട് ഇതിന്ന് വെള്ളം വരും. നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ കൂന്തൽ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ഈ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാണ്. ഇതൊരു 3 മിനിറ്റായി വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. ഞാൻ കുറച്ച് പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ വേവാനുള്ള വെള്ളം വരുന്നുണ്ട്. ഇനി നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണോ നോക്കാം. ഒരു നുള്ള് ഉപ്പിൻ്റെ കമ്മിയുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്.
ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇപ്പം ഞാനതൊന്ന് വെച്ചിട്ടൊരു 15 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇത് കണ്ടോ, വെച്ചതിനൊക്കെ നന്നായിട്ട് ഇതിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വറ്റി വരണം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനത് വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിയിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമ്മളെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഇനി കുറച്ചുകൂടി ഇത് വറ്റും. ഈ വെള്ളം ഒരു നുള്ളും കൂടി ഉള്ളത് വറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. അപ്പോൾ നല്ല ഈസി ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് എമി കിച്ചൻ.